മാർച്ച് മാസം ആരംഭിച്ച ആദ്യ ആഴ്ച എത്തുമ്പോഴും ശമ്പളം നൽകാത്ത സർക്കാർ നടപടിയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ. സർക്കാരിന്റെ പരിഗണനാ പട്ടികയിൽ ഏറ്റവും അത്യാവശ്യമായ സർവീസായി നിശ്ചയിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് മുമ്പൊരിക്കലും ഉണ്ടാകാത്ത രീതിയിലാണ് ഇപ്പോൾ ശമ്പളം മുടങ്ങുന്നത്. ഇതോടെ സമരത്തിന് ഒരുങ്ങുകയാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ. കേരളത്തിലെ ഏറ്റവും അത്യാവശ്യ സർവീസുകളായാണ് പോലീസിനെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ കാണുന്നത്. അതിനാൽ തന്നെ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ഇവർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ സർക്കാർ വഴി കണ്ടെത്തുമായിരുന്നു. എന്നാൽ മാർച്ച് തുടങ്ങി 5 ദിവസം പിന്നിട്ടിട്ടും കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് പൂർണ്ണമായും ശമ്പളം നൽകുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാർ കാട്ടുന്നത്. ഇതിൽ അതിശക്തമായ പ്രതിഷേധമാണ് നഴ്സുമാർക്കുള്ളത്. ഈ മാസം തുടങ്ങിയിട്ട് 6 ദിവസമായി. ഇതുവരെയാണെങ്കിൽ നമ്മൾ ജീവനക്കാർക്ക്, കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സാലറി ലഭിക്കുകയുണ്ടായില്ല. അപ്പോഴാണ് ഇന്നറിയാൻ സാധിച്ചു ചില ജീവനക്കാർക്ക് വന്നിട്ട് ലഭിച്ചു. എന്നാൽ ഭൂരിപക്ഷം പേർക്കും ലഭിക്കാതെ തന്നെയാണ് നിൽക്കുന്നത്. ഞാനടക്കം ഓരോ നേഴ്സിനും ലഭിച്ചിട്ടില്ല. പക്ഷേ എല്ലാ നേഴ്സുമാർക്കും എല്ലാ ജീവനക്കാർക്കും വന്നിട്ട് ഒരേ കാലയളവിൽ തന്നെയാണ് അവരുടെ ഡ്യൂസും ലോൺ EMI, ഇലക്ട്രിസിറ്റി ബില്ല് ഇതെല്ലാം അടയ്ക്കേണ്ടത്. അപ്പോഴാണെങ്കിൽ ലോൺ EMI അടയ്ക്കാത്തത് മൂലം നമ്മൾ ഓൾറെഡി കടന്ന 2000 രൂപ 3000 രൂപയാണെങ്കിൽ അക്കൗണ്ടിൽ വന്നിട്ട് ബാങ്കുകാർ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ശമ്പളം കിട്ടാൻ സമരം ചെയ്യേണ്ട ഗതികളിലേക്ക് ആരോഗ്യ പ്രവർത്തകരെയും സർക്കാർ എത്തിച്ചു. ശമ്പളം നൽകാത്ത സർക്കാർ നടപടിയിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ. സർക്കാരിൻ്റെ അടുത്ത് പറയുന്ന അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സാലറി ഒരു വിവേചനം കൂടാതെ എല്ലാവർക്കും സാലറി വന്നിട്ട് അനുവദിക്കണമെന്ന് സംഘടനയുടെ പേരിൽ ശക്തമായി ആവശ്യപ്പെട്ടുകൊള്ളുന്നു. അല്ലാത്ത പക്ഷം എല്ലാ നഴ്സുമാരും തെരുവിലിറങ്ങും സമരത്തിനെന്ന്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു നീതിയും തങ്ങളോട് കാണിച്ചില്ല എന്നാണ് ഇവരുടെ പ്രധാന പരാതി. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ബുദ്ധിമുട്ടടക്കം തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്താണ് കൃത്യമായ ശമ്പളം പോലും സർക്കാർ നൽകാത്തത്. ആദ്യം KSRTC ജീവനക്കാർക്കാണ് ശമ്പളം ഇങ്ങനെ മുടങ്ങിയിരുന്നത് എങ്കിൽ ഇപ്പോൾ എല്ലാ സർക്കാർ ജീവനക്കാരെയും കൈവിട്ടിരിക്കുകയാണ് ഇടത് ഗവൺമെന്റ്. ജനം, കോഴിക്കോട്.